ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഓവർ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ നേരെ ഒരു മൂവിക്ക് പോകുമ്പോഴാണ്. ഏതാണ്ട് ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഓൾവേസ് മൂവിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അറിയാൻ പറ്റിയതായിരിക്കും. ഭയഭക്തി ബഹുമാനം. അത് നമ്മുടെ നൂറിൻ ഷെരീഫ് എഴുതിയ കഥ, ലാലേട്ടൻ ദിലീപ് ഏട്ടനൊക്കെ അഭിനയിച്ച പടം, വിനീതേട്ടൻ അഭിനയിച്ചിട്ടുള്ള പടം. അതും ഞാൻ പോകുന്നത് ഇന്നല്ല, നാളെ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് രാത്രി 11:55 ഷോ PXR സ്ക്രീനിൽ PVR തിരിച്ചു വന്നല്ലേ, തേച്ചൊരക്കാൻ വന്നില്ലേ. ഓക്കെ, ഞാൻ അധികം ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ആരെ റിവ്യൂ കാര്യങ്ങളോ ഒരു സാധനം ഒന്നും നോക്കിയിട്ടില്ല. സോ ഓവർ എക്സ്പെക്റ്റേഷൻ ഞാൻ വെക്കുന്നില്ല. ഒരു പടം കാണാൻ പോകുന്നു എന്നുള്ള രീതിക്കാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴല്ല ഞാൻ പോകുന്നത്. ഇപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ലൂപ്പിൽ പോയിട്ട് വരാം. ലൂപ്പിൽ പോയിട്ട് ഫുഡും കഴിച്ചിട്ട് നിങ്ങൾക്ക് സമയമാകുമ്പോഴത്തേക്ക് നേരെ PVR പോവാം. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, നേരെ ലൂപ്പിലേക്ക് പോകാം. ലൂപ്പിൽ പോയില്ലെങ്കിൽ കൈവിറക്കും. അതാ ഓക്കെ, ലെറ്റ്സ് ഗോ ടു ലൂപ്പ്. ഗൈസ് നമ്മൾ സ്റ്റേഡിയം വന്നു. സ്റ്റേഡിയം വന്നു പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു മിനിറ്റ് വട്ടം കുടിക്കണം. മിനിറ്റ് വട്ടം കുടിച്ചിട്ടുണ്ടെങ്കിൽ കൈവിറക്കും. എന്ത് പറയുക, ഇവിടെ 5:30 ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് അപ്പുറത്തോട്ട് പോയി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അത് ഇതെനിക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റും. അപ്പുറത്ത് കോപ്പിറൈറ്റ് പാട്ടുള്ളൂ. ഞാൻ കട്ടൻ കുടിച്ചിരിക്കട്ടെ. ഗൈസ് ഞാൻ സ്റ്റേഡിയത്തിൽ നിന്നപ്പോഴത്തേക്ക് 5:30 വിളിച്ചിട്ട് അവരുടെ സ്റ്റുഡിയോയിലുണ്ട്. സ്റ്റുഡിയോയിലേക്ക് വാങ്ങുന്നത് കടവന്തര സ്റ്റുഡിയോയിലുണ്ട്. അപ്പം അങ്ങോട്ട് വാന്ന് പറഞ്ഞത്. അപ്പം ഞാൻ കടവന്തര സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഷോപ്പാണ് കടവന്തര സ്റ്റുഡിയോ, ചെറിയൊരു ഷോപ്പ്. അകത്തേന്ന് നോക്കട്ടെ അവൾ എന്താ പരിപാടി എന്നൊക്കെ നോക്കട്ടെ. അഞ്ജനല്ലേ നിനക്ക് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടല്ലോ. ഇതുപോലത്തെ ഒരെണ്ണം നിനക്കില്ലേ? ഉണ്ട്. ഒരേ മോഡൽ ഉണ്ടല്ലോ നിനക്ക്. വേറെ നോക്ക്, ഞാൻ സ്റ്റൈൽ ചെയ്യാം. വെയിറ്റ്, ഞാൻ നമുക്ക് സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ട് പോരാ. ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കണേ. അവളവിടെ എന്താ പറയുക, ഒരു സാധനം ഇങ്ങനെ നോക്കി അരമണിക്കൂർ 3/4 മണിക്കൂർ അവിടെ തെന്നിത്തിരി. അതെന്താ നമ്മളിറങ്ങി ലൈറ്റ് 3/4 മണിക്കൂറായി നോക്കി കിടക്കണേ. ഞാൻ നേരെ വന്ന് 10 മിനിറ്റ് കൊണ്ട് 3 ഡ്രസ്സ്. സ്റ്റൈലിസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് അല്ലേ? 3 എടുത്ത് 3 കിടിലം മാച്ച് ആയിരുന്നു. നീ എത്ര മണിക്കൂർ അവിടെ 10-40 മിനിറ്റ് ആയിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? വന്ന് ടക്ക് 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 ടക്ക്. ഇനി അങ്ങോട്ട് ഖാനാക്കാൻ കഴിക്കാൻ പോകാം. സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നിറങ്ങി ഫുഡും കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഫുഡ് കഴിച്ച് ദഹിക്കണമല്ലോ. ദഹിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 2 റൗണ്ട് റൗണ്ടില്ല 1 റൗണ്ട് നടക്കണം. 1 റൗണ്ട് നടന്നതിന് ശേഷം നമ്മൾ നേരെ തിയേറ്ററിലേക്ക് പോകുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും നടക്കട്ടെ, നടന്ന് കഴിച്ച് ദഹിപ്പിക്കട്ടെ. വന്നു കഴിഞ്ഞ ഒരു റൗണ്ട് മസ്റ്റാ. അതാ കോ ഞാൻ പോയിട്ടരാ. 12 മണിക്ക് ഞാൻ വെളുപ്പാങ്കാലത്ത് ബപ്പ കാണാൻ പോകുന്ന ആൾ ഞാനായിരിക്കും. വെളുപ്പിന് 12 മണി വെളുപ്പിന്. ലെറ്റ്സ് ഗോ ടു ഫോറം മാൾ. ഗൈസ് അങ്ങനെ നമ്മൾ ഫോറം മാൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ മാളെല്ലാം ഒഴിഞ്ഞു കേട്ടോ, ആരുമില്ല, ഒരു മനുഷ്യനില്ല, എല്ലാവരും പോയി. അപ്പോഴത്തേക്കും നമ്മൾ 12 മണിയാകുമ്പോൾ പടം കാണാൻ വന്നിരിക്കുന്നത്. കൊള്ളാം, വെറൈറ്റിയാണ്. അയ്യോ, പുറത്തൊക്കെ ഇതിൻ്റെ തണുപ്പ്, എൻ്റെ പിന്നെ രക്ഷയിലെ തണുപ്പ്. ഇവിടെയൊക്കെ മൊത്തം ക്രിസ്മസ് തീമായല്ലോ. എങ്ങനെ പോയി അവിടെ നിന്ന് കയറിയിട്ട് അങ്ങനെ പോവാം. ഇത് കുറേ ചുറ്റുണ്ട്, എല്ലാം ചുറ്റും തന്നെയാണ്. എന്നാലും നമുക്ക് അങ്ങനെ പോവാം. ഇവിടെ നിന്ന് കയറിയിട്ട് അങ്ങനെ പോകുന്നത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും നടക്കാനുണ്ട്, ഏത് വഴി പോയാലും നടക്കാനുണ്ട്. എന്നാൽ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് സംസാരിച്ചിങ്ങനെ നടന്ന് പോകാമെന്നുള്ള രീതിക്ക് പോവാം. അയ്യോ, അവിടെ സ്റ്റേഡിയത്തിൽ നിന്ന് ആരും ഇല്ലായിരുന്നു. ദാസേട്ടനും അഞ്ജലിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരും പോയി. പിന്നെ ദാസേട്ടനും പോകണമെന്ന് പറഞ്ഞു. 2 ദിവസമായിട്ട് ഉറക്കമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ദാസേട്ടൻ ഞാൻ എന്നാൽ പടത്തിന് പോയി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പോയെന്ന് പറയാൻ നേരെ പോകുന്നു. നമ്മൾ ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നാലേ നമ്മുടെ പരിപാടി നടക്കില്ല. അത് കാരണം ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം സിനിമ കണ്ട് ഞാൻ എപ്പോൾ തോന്നുന്നു അപ്പം തന്നെ ടിക്കറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ബുക്ക് ചെയ്തിട്ട് ഞാൻ നേരെ പോരുന്നത്. പിന്നെ നമ്മൾ ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നാലേ നടക്കില്ല, നമ്മൾ കാഴ്ച നടക്കില്ല, അതിൻ്റെ ടൈമും കഴിഞ്ഞു പോകും. എസ്കലേറ്റർ എത്തി. ഞാൻ കുറച്ചങ്ങോട്ട് കയറട്ടെ. ഇവിടെ കൂടെ ക്രിസ്മസിൻ്റെ തീമൊക്കെ ക്രിസ്മസ് എന്താണ് ഈ സംഭവം, ഈ റൗണ്ടിലെ സംഭവം എന്താണ്? ക്രിസ്മസിന് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അറിയാമോ? ഒരു ഐഡിയ ഇല്ല എന്താണെന്നുള്ളത്. ആരെങ്കിലും അറിയാമെന്നുണ്ടെന്ന് പറഞ്ഞു തന്നെ. ഓക്കെ, നമ്മളിവിടെ വന്നിരുന്നേ. അപ്പോൾ പുറകിലൊക്കെ നോക്കി നിറച്ച ആൾക്കാർ വരുന്നത് കണ്ടാ, നല്ല ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ പടം ഞങ്ങൾക്ക് ഫുള്ള് ഹൗസ്ഫുള്ളായിട്ട് ആൾക്കാർ ഇറങ്ങുന്നത്. ഞാൻ ഓരോ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും വെക്കാണ്ടാ വന്നിരിക്കുക. ഞാൻ നോർമൽ പടം കാണുന്നത് ഇരിക്കുന്നത് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ദുരന്തർ കണ്ടതിൻ്റെ ഒരു ഇതുണ്ട്, ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് വന്നിട്ടേ. ഞാൻ കാര്യം പറയട്ടെ ഗൈസ്, ഞാനിപ്പോൾ ഈ
വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവിടെ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോകുന്നുണ്ടല്ലോ. അപ്പം മിക്കവരും വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, ഞാനെന്തോ ലൈഫ് അടിച്ചുപിടിച്ച് നടക്കണേ, എൻ്റെ കുറേ പൈസ ഉണ്ട് അതാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അത് സീരിയസ്ലി വേണ്ട. ഇപ്പം തന്നെ നിൽക്കുന്ന സൗണ്ട് കേട്ടാൽ മതി. എനിക്ക് ഭയങ്കര കഫക്കെട്ടാ. എന്ന് വെച്ചാൽ ഷൂട്ടും കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ 12 മണിക്ക് പടത്തിന് വന്നിരിക്കുന്നത്. എനിക്ക് രാവിലെ കഴിഞ്ഞിട്ട് വീണ്ടും ഷൂട്ടുണ്ട്, അപ്പം അതിന് പോകണം. ഞാൻ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം, ടി പോകണാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുന്നതാണെങ്കിലും എന്ത് കാര്യത്തിന് പോകുന്നതാണെങ്കിലും അതിനൊരു എക്സ്ട്രാ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഞാൻ മറ്റേ അടിച്ചുപൊടിച്ച് നടക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ പൈസ ഉള്ളപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് പോയി കഴിക്കുക, അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ചൊരു വ്യൂവർഷിപ്പ് കിട്ടുന്നത്. ആ വ്യൂവർഷിപ്പ് കിട്ടുമ്പോഴേ നമുക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് റവന്യൂ കിട്ടത്തുള്ളൂ. ആ റവന്യൂ കിട്ടിയാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് റോൾ ചെയ്ത് പോകത്തുള്ളൂ. കണ്ടോ, ഞാൻ പറയില്ലേ, നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പണിയെടുക്കുന്നതാണത്. എനിക്കിപ്പോഴും കണ്ടോ, എനിക്ക് കഫും ഭയങ്കരമായിട്ട് ഇട്ടിരിക്കുകയാണ്, കൈയൊക്കെ മൊത്തം തണുത്ത് പറിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ പടത്തിന് വന്ന്. ബിക്കോസ് നമ്മുടെ ജോലിയാണ്, ആ ജോലി ചെയ്യണം. എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഞാൻ വല്ല അടിച്ചുപൊളിച്ച് നടക്കിയ കാര്യങ്ങളൊന്നുമല്ല. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. ഇതിങ്ങനെയാണ്, ലൈഫാണ്, അങ്ങനെ ചെയ്തേ പറ്റുന്നത്. നമുക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് നമ്മൾ പണിയെടുത്തേ പറ്റുന്നത്, പട്ടിപ്പണി എടുത്തേ പറ്റത്തുള്ളൂ. ഗൈസ്, അങ്ങനെ സമയത്തോടടുത്തിട്ടിരിക്കുന്നു. എക്സൈറ്റ്മെൻറ്റ് വെക്കരുത്. എനിക്ക് ഞാൻ മനസ്സിങ്ങനെ പറഞ്ഞാൽ പോകുന്നത്. എക്സൈറ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ എക്സൈറ്റ്മെൻറ്റ് വെക്കരുത്. ഇത് പടം കണ്ടിട്ട് ഇന്ന് രാത്രി കിടന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണം നാളെ രാവിലെ അപ്ലോഡ് ആക്കാൻ. ഓ, നല്ല ക്യൂ ഉണ്ടല്ലോ ഇവിടെ, മൊത്തം ക്രിസ്മസ് തീമാണല്ലോ. ഞാൻ എന്തായാലും ചെല്ലട്ടെ കഥയായിട്ട്. അയ്യോ, നമുക്ക് ഐസ്ക്രീം ക്യൂ വേണ്ടോ? ഓക്കെ, താങ്ക് യു. വേണ്ട, 20 കഴിച്ചാൽ ചിലപ്പോൾ നാളെ വീഴും. വേണ്ട, അല്ലെങ്കിൽ ഏതാ PX ലാ? PX ലാ? ഇൻട്രോയിലാണോ? സോറി, ഞാൻ PX ലാ തുടങ്ങാൻ പോണില്ലേ. ഓക്കെ, തുടങ്ങാറായതോ? ഞാൻ എന്തെങ്കിലും അകത്തോട്ട് കയറട്ടെ. ഗൈസ്, അന്ധകാലത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. പടം തുടങ്ങാൻ പോണ്. ഞാൻ പടം കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ. ഗൈസ്, പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. എനിക്ക് ഒരിക്കലും കിളിയില്ല എന്ന് വെച്ചാൽ ഉറക്കത്തിൻ്റെ ചെറിയൊരുണ്ട്. എന്നാലും ഞാൻ പറയാണ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനും കാര്യമുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ജോണറിൽ പോകുന്ന സാധനമാണ്. വലിയൊരു സീരിയസ്നെസ് കാര്യങ്ങളും ഇല്ലാണ്ട് അങ്ങനെ എടുത്തിരിക്കുന്ന പടമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ, നമ്മുടെ പണ്ട് ഈ ഹോളിവുഡിൽ, അതായത് പണ്ട് നമ്മുടെ ഹോളിവുഡ് മൂവീസൊക്കെ ഇല്ലേ, അവിടെ അവർ ഇപ്പം ഏതെങ്കിലും നല്ലൊരു പടം വരാൻ നേരത്ത് അതിൻ്റെ ഒരു സ്പൂഫ് ഇറക്കും. അതായത് ഇപ്പം റാംബോയുടെ ഒക്കെ പടത്തിന് അവരെ കോഴിനെ കെട്ടി തൂക്കിന വെടിവെക്ക 50 രൂപ സാധനമൊക്കെ ഇല്ലേ, ആ 50 രൂപ സാധനമൊക്കെ അവരതിൻ്റെ സ്പൂഫായിട്ട് ഇറക്കിയതാണ്. ആ സ്പൂഫ് പോലെ എന്താ പറയുക, ഇതുപോലെ നമ്മുടെ വേറെ കുറേ പടമായിട്ട് കണക്ട് ചെയ്ത് ലാലേട്ടനെയും ദിലീപേട്ടനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സ്പൂഫ് മോഡലിൽ ഒരു ഫൺ എലമെൻറ്റ് പടം. അതിനകത്ത് കുറേ പഴയ പാട്ടുകളും ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് നമുക്ക് സീരിയസ് ഞാൻ പറയുക, ഒരു സിനിമ ഭയങ്കര സിനിമയിലൊക്കെ ഭയങ്കര ഇതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊന്നും യാതൊരു വിധത്തിൽ ഈ പടം ഇഷ്ടപ്പെടാൻ യാതൊരു ചാൻസില്ല. അതുകൊണ്ടാണ് ഒരു സൈഡിൽ നെഗറ്റീവ് വരുന്നത്. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഒരു കോമഡി പരിപാടി കാണുന്നുള്ള രീതിക്ക് നമുക്ക് ജസ്റ്റ് കോമഡി പരിപാടി കാണുന്നില്ല. അതിനകത്ത് വലിയ ലോജിക്ക് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നില്ലോ. അതുപോലെ വന്ന് കണ്ട് വേറെ ലെവലിൽ സാധനമാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ PVR ലെവലിൻ്റെയൊക്കെ നല്ലതൊക്കെ കുറച്ചൊരു ലോക്കൽ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് വൈബ് അടിക്കാൻ പറ്റും. ഇത് പിന്നെ നിങ്ങൾക്ക് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടാനും അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന കുറേ സീൻസുകൾ ഇതിനകത്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കുറേ 90s വൈബായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് കുറേ സാധനങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. 90s ആൾക്കാർ, നമ്മളിപ്പോൾ മറ്റേ പഴയ ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്കും അങ്ങനെ കണ്ടിട്ടുള്ളവർക്കും ഇത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകും. അത് വെച്ചാൽ ഒരു 90s ജനിച്ചവർക്ക് കുറച്ചുകൂടി ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, ഒരു ലോജിക്കില്ല, ഒരു സ്പൂഫ്, അറ്റ്ലീസ്റ്റ് ഒരു സ്പൂഫ് കാണുന്നുള്ള രീതിക്ക് മൈൻഡിൽ നിങ്ങളൊന്നും ചിന്തിക്കാൻ വരണം. നിങ്ങൾ എന്താ പറയുക, ഞാൻ പറഞ്ഞു അതൊരു എക്സാമ്പിൾ. ഞാൻ സിനിമ കാണുന്നത് എൻ്റെ മൈൻഡ് റിലാക്സ് ആക്കാനും ഒരു ടൈം പാസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ സിനിമ കാണുന്നത്. പിന്നെ ഞാൻ കണ്ടൻറ്റ് വേണ്ടിയിട്ട് ഞാൻ സിനിമ കാണാറുണ്ട്. മെയിനായിട്ട് കണ്ടൻറ്റ് വേണ്ടിയിട്ടാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ നടന്നു പോകും. അങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് സിനിമകൾ കാണുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു മൈൻഡ് റിലീഫ് ആക്കണം, കുറച്ച് നേരം ചുമ്മാ ഒന്ന് സമയം കളയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചുമ്മാ റിലീഫ് ആക്കാൻ വേണ്ടി കണ്ടുവരാൻ പറ്റിയ കിടിലം പടമൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഒരു പടം. അതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. തമിഴിലൊക്കെ അങ്ങനെയൊക്കെ ഈ ചില മെയിൻ പടത്തിൻ്റെ പണ്ടൊക്കെ ഉള്ള സിനിമക്കകത്ത് എന്താ പറയുക, വേറൊരു പടത്തിൻ്റെ കോമഡി ഇതായിട്ട് കുറേ കാണിക്കത്തില്ലേ, അതുപോലെയൊക്കെ തന്നെയല്ല ഇത്. വലിയ സീരിയസ്നെസ് ഇല്ലാണ്ട് ഒരു ചുമ്മാ വന്ന് കാണുന്നു, ഒന്ന് മൈൻഡ് റിലീഫ് ആകാൻ വേണ്ടി കാണും, അത്രയും കണ്ടാൽ മതി. അത്രയ്ക്ക് ഉള്ളു. പക്ഷേ ഇതിനകത്ത് വേറെ നമുക്ക് ഞാനൊക്കെ ചുമച്ച് കളഞ്ഞിരിച്ച സീനൊക്കെ ഉണ്ട്. ചില സീനൊക്കെ ഭയങ്കര നല്ല സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എന്തൂസിയാസിട്ടുള്ള സാധനങ്ങൾ. വേറെ ചുമ്മാ ഒന്നും ഇല്ലല്ലേ, ചുമ്മാ ഇരുന്ന് ചിരിക്കുക, അത്രയേ ഉള്ളൂ.
അങ്ങനെ കണ്ടു വെച്ചാൽ മതി. അതിന് മാത്രമേ ഒരു ഉള്ളു. അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. ചുമ്മാ വന്നിരുന്ന് കാണുക, ഫണ്ണായിട്ടിരുന്ന് കാണുക, ഫാമിലിയായിട്ടൊന്ന് കാണാൻ പറ്റിയ പടമാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മുടെ ചൂരൽ ഇതിനകത്തുണ്ട്, പിന്നെ അശ്വിനും അമ്മയുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ ഭയങ്കര വെച്ചാൽ നമുക്ക് അങ്ങനെ ആൾക്കാർ കാണുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ദിലീപ് ഏട്ടനുണ്ട്, ധ്യാൻ ശ്രീനിവാസുണ്ട്, പിന്നെ വിനീത് ശ്രീനിവാസനുണ്ട്. അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിയും കൊന്നും താറ്റിയും ഓരോന്നൊക്കെ പറഞ്ഞ് കൊല വിളിക്കുന്നുണ്ട് ഓരോരുത്തരൊക്കെ രസത്തിനകത്ത്. ഒരു വേറെ 1-2 ക്യാമിയോ സീനൊക്കെ ഉണ്ട്. ഇറ്റപ്പോലും അതൊക്കെ ചിരി ചുമ്മാ ഇതുപോലെ ഇരുന്ന അവസ്ഥ. ചിരിക്കാൻ പറ്റണ്ട ചോദിച്ചിട്ട്. പക്ഷേ എനിക്ക് പല പാട്ടുകളും കാര്യങ്ങളും എനിക്ക് തോന്നിയത് ഞാൻ PVR എന്നൊക്കെ നല്ല വേറെ തിയേറ്ററിൽ പോയാൽ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ദിലീപേട്ടൻ്റെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. ഉറൾ വന്നവരെല്ലാവരും നല്ല അഭിനയമായിരുന്നു. എല്ലാവരും അഭിനയത്തിൻ്റെ ലെവലിൽ എല്ലാം സെറ്റായിരുന്നു. നമ്മുടെ നൂറിനാണ് ഈ കഥ എഴുതിയത്. അപ്പോൾ നൂറിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു സ്പൂഫ് ടൈപ്പ് ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഓവറോൾ നല്ല കണ്ടിരുന്ന് നോക്കും. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു വലിയ സിനിമയെന്നോ വലിയ കഥയാണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അട്ടർഫായിരിക്കും. ചുമ്മാ വന്ന് കാണുന്നതിലേക്ക് നിങ്ങൾ കണ്ടു നോക്ക്, സെറ്റായിരിക്കും ചിലപ്പോൾ. ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. പടം ചുമ്മാ ഫാൻസുകാർക്കും അവർക്കൊക്കെ ചുമ്മാ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്ര പടം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ലോജിക്കോ കാര്യങ്ങളൊരു തേങ്ങയോ മാനങ്ങേറ്റില്ല. ചുമ്മാ നമുക്ക് ഒരു ആഘോഷിക്കാൻ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്ന രീതിക്ക് മാത്രം കണ്ടാൽ മതി. ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഔട്ട് ഓഫ് 10 ആണെന്നുണ്ടെങ്കിൽ എത്ര പറയാൻ പറ്റും, ഒരു 7 അത്രയൊക്കെ ഉള്ളു. എൻ്റർടൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 7. അല്ലാണ്ട് പടത്തിൻ്റെതായ രീതിക്ക് ഒരു സിനിമ എന്ന രീതിക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഒരു 5 അത്രയൊക്കെ ഉള്ളു. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണമെങ്കിൽ കാണണ്ട എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ.